ചൂരൽമലയിൽ നിന്നും കമൽ തുടരുന്നുണ്ട് ഇപ്പോൾ. കമൽ, നമസ്കാരം. ചൂരൽമലയിൽ എങ്ങനെയാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ചൂരൽമലയിലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം രാവിലെ പറയാനുള്ളത്. അവിടെ നിന്നുള്ള ഇന്നത്തെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തെരച്ചിൽ സംഘം മുണ്ടക്കൈയിലേക്കും അതുപോലെ ചൂരൽമലയുടെ വിവിധ പ്രദേശങ്ങളിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞു. സന്നദ്ധ പ്രവർത്തകരുണ്ട്, മറ്റ് സൈന്യവും ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള സംഘങ്ങളുണ്ട്. അവരെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് കൂടുതൽ ആളുകൾ ഈ വീടുകളുടെ പരിസരത്തേക്കൊക്കെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് വീടും പരിസരവും ഒക്കെ വന്നു നോക്കണം എന്നുണ്ടാകാം. ക്യാമ്പിലുള്ളവർക്കൊക്കെ അത്തരത്തിലെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ KSRTC ഇന്നലെ മുതൽ കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വരണമെങ്കിൽ മറ്റ് വാഹന സൗകര്യമൊന്നും ഇല്ലെങ്കിലും KSRTC ബസ്സിൽ വരാവുന്ന ഒരു അവസ്ഥയുണ്ട്. പുഴയിലെ വെള്ളമൊക്കെ നന്നായി കുറഞ്ഞിരിക്കുന്നു മഴ മാറിയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് തെരച്ചിൽ സംഘത്തിന് ഇന്ന് നീങ്ങാൻ കഴിയും. പക്ഷേ ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നത് ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കാനുള്ള സാധ്യത ഓരോ ദിവസവും വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൂടുതലും ഈ ഹെലികോപ്റ്ററിൽ ആളുകളെ ഇറക്കി തെരച്ചിൽ നടത്തുന്ന മേഖലയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. അതോടൊപ്പം ഈ പ്രദേശത്തും തെരച്ചിൽ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ മുണ്ടക്കൈയിലൊക്കെ തകരാത്ത വീടുകളുണ്ട്. മുണ്ടക്കൈയിൽ കുറച്ചുകൂടി മുകളിലേക്ക്, ടൗണിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗം, റെയിൻ വാലി റിസോർട്ടിന്റെ ഭാഗത്തൊക്കെ കൂടുതൽ വീടുകളുണ്ട്. ആ വീടുകളിലേക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ടാകും. അങ്ങോട്ടേക്ക് ഇപ്പോൾ വാഹനത്തിൽ എത്താൻ കഴിയുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ ഈ രേഖകൾ നഷ്ടപ്പെട്ടവരെല്ലാം അവരുടെ വീടുകളിൽ എത്തി രേഖകൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകൾക്ക് എല്ലാ സർക്കാർ രേഖകളും ക്യാമ്പിൽ തന്നെ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളും ഭരണകൂടം ഒരുക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ ഏതാണ്ട് 4000-ഓളം ആളുകളാണുള്ളത്. മറ്റൊന്ന്, ഇവരെല്ലാവരും തന്നെ അടുത്ത ഒരു ഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്യാമ്പിൽ എത്ര ദിവസം തുടരാൻ കഴിയുമെന്ന ആശങ്കയുണ്ട്. പകരം വാടക വീടുകളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കേണ്ടതുണ്ട്. ചിലരെങ്കിലും ഇന്നലെയൊക്കെ വാടക വീടുകളിലേക്ക് മാറിയതായിട്ടൊക്കെ അറിയുന്നുണ്ട്. കാരണം ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുള്ളവരും അതുപോലെ രോഗാവസ്ഥയിലുള്ളവരും ഒക്കെ ക്യാമ്പിൽ കഴിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് വാടക വീടുകളൊക്കെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരെയൊക്കെ സർക്കാർ പിന്തുണയ്ക്കേണ്ടതുണ്ട്. പുത്തുമലയിലെല്ലാം സർക്കാരും പഞ്ചായത്തുമാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറുമ്പോൾ അവരുടെ വാടകയൊക്കെ നൽകിയിരുന്നത്. പക്ഷെ അതുപോലെയല്ല, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. 4000-ഓളം ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. വിപുലമായ സംവിധാനം ഒരുക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലൊക്കെ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പഠനത്തിനായി വിട്ടു നൽകേണ്ടതുണ്ട്. മേപ്പാടിയിലെ 2 സ്കൂളുകളിലാണ് പ്രധാനമായും ക്യാമ്പുകൾ ഉള്ളത്. അതുപോലെ പോളിടെക്നിക് കോളേജ് കമ്മ്യൂണിറ്റി കിച്ചണായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ദൈനംദിന കാര്യങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് തുടർ പദ്ധതികൾ സർക്കാർ ആലോചിക്കും, അത് പ്രഖ്യാപിക്കും എന്നാണ് ദുരന്തബാധിതരും അതുപോലെ മറ്റ് പ്രദേശവാസികളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുണ്ടക്കൈയിലായാലും ചൂരൽമലയിലായാലും വാസയോഗ്യമായ നാശനഷ്ടം ഉണ്ടാകാത്ത വീടുകളിൽ താമസിക്കുന്നവർ, ആ വീടുകൾ ഉള്ളവർക്ക് താമസിക്കാൻ അനുമതി കിട്ടുമോ, അവർ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു നിർദ്ദേശം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ മന്ത്രി K. രാജൻ പറഞ്ഞത് താമസിക്കാൻ തൽക്കാലം അനുമതി നൽകാൻ പെട്ടെന്ന് കഴിയില്ല, പഠനമൊക്കെ നടത്തി വാസയോഗ്യമാണെങ്കിൽ മാത്രമേ സ്ഥിരതാമസത്തിന് അനുമതി നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ്. കാര്യത്തിലൊക്കെ പക്ഷേ എല്ലാ കാര്യത്തിനും വേഗത വേണം എന്നൊരാവശ്യമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം. അതായത് എല്ലാവർക്കും ജീവിതത്തിലേക്ക് മടങ്ങണം, അതിജീവിക്കണം എന്ന ഒരു ഇതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകും. അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.